എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും തളർന്നിരിക്കുന്നത്? മിയാമോട്ടോ മുസാഷിയുടെ ഈ രഹസ്യം നിങ്ങളുടെ ജീവിതം മാറ്റും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ വലിയ തളർച്ച തോന്നാറുണ്ടോ? രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടും തീരാത്ത ഒരു ക്ഷീണം നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ? നമ്മളിൽ ഭൂരിഭാഗം പേരും വിചാരിക്കുന്നത് കൂടുതൽ ജോലി ചെയ്യുന്നതുകൊണ്ടോ ഉറക്കം കുറയുന്നതുകൊണ്ടോ ആണ് ഈ തളർച്ച എന്നാണ്. എന്നാൽ ജപ്പാനിലെ ഇതിഹാസ പോരാളിയായ മിയാമോട്ടോ മുസാഷി പറയുന്നത് മറ്റൊന്നാണ്. 60-ലധികം ജീവൻ മരണ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടിട്ടും ഒരു തവണ പോലും തോൽക്കാതെ, ഒരിക്കൽ പോലും മാനസികമായോ ശാരീരികമായോ തളരാതെ അദ്ദേഹം ജീവിച്ചു. അദ്ദേഹത്തിന്റെ രഹസ്യം ഇതായിരുന്നു: നിങ്ങളുടെ ക്ഷീണം വരുന്നത് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്നല്ല, മറിച്ച് നിങ്ങളത് എന്തിനു ചെയ്യുന്നു എന്നതിൽ നിന്നാണ്. നമ്മുടെ ഊർജം എന്നത് ഒരു പാത്രത്തിലെ വെള്ളം പോലെയാണ്. ആ പാത്രത്തിൽ സുഷിരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എത്ര വെള്ളം നിറച്ചാലും അത് ഒഴിഞ്ഞുപോയിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ ആ സുഷിരങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്തുകയാണ് ഈ യാത്രയുടെ ലക്ഷ്യം. അധ്യായം 1: അദൃശ്യമായ ഭാരങ്ങൾ. ദി അവേക്കനിങ്. പണ്ട് ജപ്പാനിൽ ടീഷി എന്നൊരു യുവ സമുറായി ഉണ്ടായിരുന്നു. സമുറായി ലോകത്തെ ഏറ്റവും മികച്ചവനാകാൻ അവൻ ആഗ്രഹിച്ചു. അവൻ മറ്റാരേക്കാളും കൂടുതൽ പരിശീലിച്ചു, കുറച്ചുമാത്രം ഉറങ്ങി, വിശ്രമില്ലാതെ പണിയെടുത്തു. പക്ഷേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ടീഷി മാനസികമായി തകർന്നുപോയി. അവന്റെ ശരീരത്തിന് ശക്തിയുണ്ടായിരുന്നു, പക്ഷേ ഉള്ളിൽ എന്തോ ഒന്ന് കെട്ടുപോയതുപോലെ. അവന്റെ ഗുരുവായ യാമമോട്ടോ അവനെ ഒരു സായാഹ്നത്തിൽ പൂന്തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഗുരു ഒരു ചെറിയ കല്ല് ടീഷിയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, "നീ എന്തിനാണ് ഈ പരിശീലനം നടത്തുന്നത്?" "എന്റെ കുടുംബത്തിന് അഭിമാനമുണ്ടാക്കാൻ, സമൂഹത്തിൽ വലിയവനാണെന്ന് തെളിയിക്കാൻ, എല്ലാവരാലും അംഗീകരിക്കപ്പെടാൻ," ടീഷി മറുപടി നൽകി. ഗുരു പറഞ്ഞു, "ഓരോ തവണ നീ മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി പണിയെടുക്കുമ്പോഴും നീ നിന്റെ കയ്യിൽ ഓരോ കല്ലുകൾ കൂടി വയ്ക്കുകയാണ്. നീ ഇപ്പോൾ പരിശീലിക്കുന്നത് നിന്നെ തന്നെ കണ്ടെത്താനല്ല, മറിച്ച് ആരും കാണാത്ത ഒരു സദസ്സിനു വേണ്ടി അഭിനയിക്കാനാണ്. ഈ അനാവശ്യ ഭാരവും ചുമന്നുകൊണ്ടാണ് നീ നടക്കുന്നത്. പരിശീലനം നിന്നെ തളർത്തുന്നില്ല, ഈ അദൃശ്യമായ കല്ലുകളാണ് നിന്നെ തളർത്തുന്നത്." നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റുള്ളവരെ ബോധിപ്പിക്കാനാണെങ്കിൽ അത് നമ്മുടെ ആത്മാവിനെ കാർന്നു തിന്നും. തുടരുന്നതിന് മുൻപ് നിങ്ങളിൽ പലരും ചോദിക്കാറുള്ളൊരു കാര്യത്തിന് എനിക്കൊരു പരിഹാരമുണ്ട്. സോഷ്യൽ ഇന്ററാക്ഷൻസിലും റിലേഷൻഷിപ്സിലും പലപ്പോഴും നമ്മൾ തളർന്നു പോകാറുണ്ട്. കാരണം നമുക്ക് മനുഷ്യ മനഃശാസ്ത്രത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. പ്രത്യേകിച്ച് സ്ത്രീകളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവർക്കായി നമ്മൾ തയ്യാറാക്കിയ മാസ്റ്റർ ക്ലാസ് ആണ് ഫീമെയിൽ സൈക്കോളജി ഡീകോഡഡ്, ദ മാസ്റ്റർ ക്ലാസ്. സത്യത്തിൽ ഇതിന്റെ വിപണി വില 3999 രൂപയാണ്. എന്നാൽ നമ്മുടെ ഈ ചാനലിനെ സ്നേഹിക്കുന്നവർക്കായി ഒരു വലിയ ഓഫർ ഞാൻ നൽകുന്നു. വെറും 179 രൂപയ്ക്ക് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് ഈ കോഴ്സ് തികച്ചും സൗജന്യമായി ലഭിക്കും. ഇത് മാത്രമല്ല, മെമ്പർഷിപ്പ് എടുക്കുന്നതോടെ നിങ്ങൾക്ക് മറ്റ് എക്സ്ക്ലൂസീവ് പ്ലേലിസ്റ്റുകളിലേക്കും ആക്സസ് ലഭിക്കും. ലുക്ക് മാക്സിംഗ്, നിങ്ങളുടെ രൂപവും വ്യക്തിത്വവും എങ്ങനെ ആകർഷകമാക്കാം; ഡാർക്ക് സൈക്കോളജി, മറ്റുള്ളവരുടെ തന്ത്രങ്ങളിൽ നിന്ന് എങ്ങനെ സ്വയം രക്ഷപ്പെടാം; അൾട്ടിമേറ്റ് കാലിസ്തനിക്സ്, ജിമ്മിൽ പോകാതെ തന്നെ ശരീരം എങ്ങനെ കരുത്തുറ്റതാക്കാം. വെറും 189 രൂപയ്ക്ക് ഇത്രയും വിജ്ഞാനപ്രദമായ കോഴ്സുകൾ ലഭിക്കുക എന്നത് ഒരു നിക്ഷേപമാണ്. താൽപ്പര്യമുള്ളവർ താഴെയുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് മുസാഷിയുടെ രഹസ്യങ്ങളിലേക്ക് തിരിച്ചുപോകാം. അധ്യായം 2: ഡകോ, ഒറ്റയ്ക്ക് നടക്കാനുള്ള ധൈര്യം. മുസാഷി പഠിപ്പിച്ച ഏറ്റവും ശക്തമായ തത്വമാണ് ഡകോ, ദ വേ ഓഫ് വാക്കിംഗ് അലോൺ. ഇതിന്റെ അർത്ഥം ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ടു ജീവിക്കുക എന്നല്ല, മറിച്ച് നിങ്ങളുടെ പാതയിൽ നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന സത്യം ഉൾക്കൊള്ളുകയാണ്. നമ്മൾ പലപ്പോഴും തളരുന്നത് മറ്റുള്ളവരുടെ കൈ പിടിച്ച് നടക്കാൻ ശ്രമിക്കുമ്പോഴാണ്. അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ വിമർശനങ്ങൾ, അവരുടെ പ്രതീക്ഷകൾ, ഇതെല്ലാം നമ്മെ തളർത്തുന്നു. മുസാഷി പറഞ്ഞിട്ടുണ്ട്, ഉപയോഗശൂന്യമായ ഒന്നും തന്നെ ചെയ്യരുത്. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് സഹായിക്കാത്ത ചിന്തകൾ, നെഗറ്റീവായ ആളുകൾ, അനാവശ്യമായ സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ്, ഇതെല്ലാം ഉപയോഗശൂന്യമാണ്. ഭാരം കുറയുമ്പോൾ വേഗത താനേ കൂടും. മുസാഷിക്ക് യുദ്ധക്കളത്തിൽ ക്ഷീണം തോന്നാതിരുന്നത് അദ്ദേഹത്തിന്റെ പാതയിൽ പൂർണ്ണമായി ഉറച്ചു നിന്നതുകൊണ്ടാണ്. അധ്യായം 3: മനസ്സിനെ വിഭജിക്കാതിരിക്കുക, ദ സയൻസ് ഓഫ് അലൈൻമെന്റ്. എന്തുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തളരുന്നത്? നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് മറ്റൊരിടത്താണെങ്കിൽ അവിടെ ഊർജം വൻതോതിൽ നഷ്ടപ്പെടുന്നു. ആധുനിക മനഃശാസ്ത്രം ഇതിനെ കൊഗ്നിറ്റീവ് ലോഡ് എന്ന് വിളിക്കുന്നു. ഒരു ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ അതിന്റെ ഫലത്തെക്കുറിച്ച് ആലോചിക്കുന്നു. പഠിക്കുമ്പോൾ പരീക്ഷയിൽ തോറ്റാൽ എന്ത് സംഭവിക്കുമെന്ന് പേടിക്കുന്നു. മുസാഷിയുടെ യുദ്ധമുറയിൽ ഇതിനെ എനർജി ലീക്ക് എന്ന് വിളിക്കുന്നു. അദ്ദേഹം യുദ്ധം ചെയ്യുമ്പോൾ ആ നിമിഷത്തിൽ മാത്രമായിരുന്നു. ഇതിനെ മുഷിൻ എന്ന അവസ്ഥയെന്ന് വിളിക്കുന്നു.
നിങ്ങളുടെ ശരീരം എവിടെയാണോ അവിടെ തന്നെ നിങ്ങളുടെ മനസ്സുമുണ്ടെങ്കിൽ അവിടെ ഒരു ഫ്ലോ ഉണ്ടാകുന്നു. ആ അവസ്ഥയിൽ പ്രവൃത്തി ഒരു ഭാരമല്ലാതായി മാറും. അധ്യായം 4. മോട്ടിവേഷനല്ല താളം. റിതം ഓവർ മോട്ടിവേഷൻ. പലരും മോട്ടിവേഷൻ വീഡിയോകൾ കണ്ട് ആവേശഭരിതരായി കാര്യങ്ങൾ തുടങ്ങും. പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ ആ ആവേശം പുക പോലെ ഇല്ലാതാകും. മുസാഷി പഠിപ്പിക്കുന്നത് റിതം അഥവാ ഒരു ചിട്ടയുണ്ടാക്കിയെടുക്കാനാണ്. മോട്ടിവേഷൻ എന്നത് വളരെ ചെലവേറിയ ഇന്ധനമാണ്. അത് ഇടയ്ക്കിടെ നിറയ്ക്കേണ്ടി വരും. എന്നാൽ റിതം അങ്ങനെയല്ല. പല്ല് തേക്കാൻ നിങ്ങൾക്ക് മോട്ടിവേഷൻ ആവശ്യമില്ലല്ലോ, കാരണം അത് നിങ്ങളുടെ ജീവിതത്തിന്റെ താളമായി കഴിഞ്ഞു. അതുപോലെ നിങ്ങളുടെ കഠിനാധ്വാനത്തെ ഒരു താളമാക്കി മാറ്റുക. അപ്പോൾ മനസ്സിന് അത് ചെയ്യാൻ പ്രത്യേക പരിശ്രമം വേണ്ടിവരില്ല. ഊർജം ലാഭിക്കാൻ ഇതിലും നല്ലൊരു വഴിയില്ല. അധ്യായം 5. താരതമ്യത്തിന്റെ കെണി, ദ കമ്പാരിസൺ ട്രാപ്പ്. ടീഷിയുടെ പരിശീലനത്തിനിടയിൽ ഗുരു ഒരു കാര്യം ശ്രദ്ധിച്ചു. തന്നേക്കാൾ താഴ്ന്ന നിലവാരമുള്ളവരുമായി പോരാടുമ്പോൾ ടീഷിക്ക് നല്ല ഊർജമുണ്ട്. എന്നാൽ തന്നേക്കാൾ മികച്ചവരോട് ഏറ്റുമുട്ടുമ്പോൾ അവൻ പെട്ടെന്ന് തളരുന്നു. ഗുരു പറഞ്ഞു, നീ നിന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ നിന്റെ ഊർജം അവർക്ക് നൽകുകയാണ്. മുസാഷി ഒരിക്കലും മറ്റൊരാളാകാൻ ശ്രമിച്ചിട്ടില്ല. അദ്ദേഹം ഇന്നലത്തെ മുസാഷിയേക്കാൾ മികച്ചവനാകാൻ മാത്രമേ ശ്രമിച്ചുള്ളൂ. നിങ്ങൾ മറ്റൊരാളുടെ ജീവിതം കണ്ട് അസൂയപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അവരെപ്പോലെയാകാൻ ശ്രമിക്കുമ്പോഴോ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പാതയിൽ നിന്ന് വ്യതിചലിക്കുന്നു. ആ വ്യതിചലനമാണ് നിങ്ങളെ മാനസികമായി തളർത്തുന്നത്. അധ്യായം 6. ഫലത്തോടുള്ള വിരക്തി, നോൺ അറ്റാച്ച്മെന്റ്. നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന്റെ ഫലത്തെക്കുറിച്ച് അമിതമായി ആകുലപ്പെടുന്നത് നമ്മുടെ പേശികളെ വലിഞ്ഞു മുറുക്കുകയും മനസ്സിനെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. ഇത് ശാരീരികമായി നമ്മളെ തളർത്തും. മുസാഷി 60 പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടപ്പോഴും അദ്ദേഹം മരിക്കാൻ ഭയപ്പെട്ടില്ല, ജയിക്കാൻ വെമ്പൽ കൊണ്ടതുമില്ല. അദ്ദേഹം ആ നിമിഷത്തിലെ നീക്കങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചു. ഫലത്തോടുള്ള അമിതമായ ഒട്ടിനിൽപ്പ് ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് അളവറ്റ ഊർജം ലഭിക്കും. ഇതിനെയാണ് കർമ്മണ്യേവാധികാരസ്തേ എന്ന് നമ്മുടെ പുരാണങ്ങളും പഠിപ്പിക്കുന്നത്. അധ്യായം 7. മാറ്റത്തിന്റെ തുടക്കം, ദ ട്രാൻസ്ഫോർമേഷൻ. 9 മാസത്തെ കഠിനമായ മനഃശാസ്ത്രപരമായ പരിശീലനത്തിന് ശേഷം ടീഷി തിരിച്ചെത്തി. അവനിപ്പോൾ പഴയ ടീഷിയല്ല. അവന്റെ നടത്തത്തിൽ ഒരു ശാന്തതയുണ്ട്. അവന്റെ കണ്ണുകളിൽ വ്യക്തതയുണ്ട്. അവൻ ഒരു വലിയ പോരാളിയെ നേരിട്ടു. ആ എതിരാളി വളരെ വേഗത്തിൽ ആക്രമിച്ചു. പക്ഷേ ടീഷി ശാന്തനായി ഒഴുകി. യുദ്ധത്തിന്റെ അവസാനം ആ എതിരാളി തളർന്നു വീണു. അയാൾ ചോദിച്ചു, നീ എങ്ങനെയാണ് ഇത്രയും ഊർജ്ജസ്വലനായിരിക്കുന്നത്? ടീഷി മറുപടി പറഞ്ഞു, നീ ജയിക്കാൻ വേണ്ടി പോരാടി. ഞാൻ ആ നിമിഷത്തിൽ ജീവിക്കാൻ വേണ്ടി പോരാടി. ജയിക്കാനുള്ള ആഗ്രഹം ഊർജം ദഹിപ്പിക്കുന്നു. സാന്നിധ്യം ഊർജം സൃഷ്ടിക്കുന്നു. നിങ്ങൾക്കുള്ള സന്ദേശം: നിങ്ങൾ ഇന്നനുഭവിക്കുന്ന തളർച്ച നിങ്ങളുടെ ശരീരത്തിന്റെ കുഴപ്പമല്ല, മറിച്ച് നിങ്ങൾ ചുമക്കുന്ന അനാവശ്യമായ കല്ലുകളുടെ ഫലമാണ്. മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി ജീവിക്കുന്നത് നിർത്തുക. ചെയ്യുന്ന കാര്യത്തിൽ 100% ശ്രദ്ധ നൽകുക. അനാവശ്യമായ താരതമ്യങ്ങൾ ഒഴിവാക്കുക. ജീവിതത്തിൽ ഒരു താളം കൊണ്ടുവരിക. ഊർജം എന്നത് പുറത്തുനിന്ന് കിട്ടേണ്ട ഒന്നല്ല, ഉള്ളിൽ നിന്ന് ചോർന്നു പോകാതെ സൂക്ഷിക്കേണ്ട ഒന്നാണ്. അനാവശ്യമായ സുഷിരങ്ങൾ അടയ്ക്കുക. നിങ്ങൾ ഒരിക്കലും തളരില്ല. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. നമ്മുടെ ഫീമെയിൽ സൈക്കോളജി ഡീകോഡഡ് മാസ്റ്റർ ക്ലാസും മറ്റ് എക്സ്ക്ലൂസീവ് കോഴ്സുകളും പ്രയോജനപ്പെടുത്തി മുന്നേറുന്ന 500-ലധികം മെമ്പേഴ്സ് ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. 3999 രൂപ വിലയുള്ള ഈ അറിവ് വെറും 189 രൂപയ്ക്ക് സ്വന്തമാക്കാനും ജീവിതത്തിൽ വ്യക്തമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും നിങ്ങളും ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകുക. താഴെയുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇന്ന് തന്നെ മെമ്പർഷിപ്പ് എടുക്കൂ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരു കല്ല് അഥവാ അനാവശ്യ ഭാരം ഏതാണെന്ന് താഴെ കോമന്റ് ചെയ്യുക. ഇതുപോലുള്ള ആഴമുള്ള അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഭാരങ്ങളില്ലാതെ ഒരു പോരാളിയെപ്പോലെ മുന്നോട്ട് നടക്കുക. വിജയം നിങ്ങളെ തേടി വരും.